ഈ ഒരൊറ്റ എണ്ണ കൊണ്ട് ഏത് ഉണങ്ങാത്ത വ്രണവും ഉണക്കാൻ പറ്റും നമുക്ക്. അതുപോലെ സെല്ലുലൈറ്റിസ്, ഹെർപ്പിസ്, മറ്റ് സ്കിൻ ഡിസീസുകളില്ല ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അണുക്കളുടെ ഇഷ്യൂസ് കൊണ്ടോ ഉണ്ടാവുന്ന മറ്റ് ത്വക്ക് രോഗങ്ങൾക്കും വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു എണ്ണയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് തൊലിപ്പുറമെ മാത്രമേ തേക്കാൻ പറ്റുള്ളൂ. എന്നാൽ അങ്ങനെയല്ല. ഇത് അപസ്മാരം, ഉന്മാദം മുതലായ അസുഖങ്ങളിലും രക്തവാതത്തിലും ഒക്കെ അകത്ത് കഴിക്കാനും നസ്യം ചെയ്യാനും വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ദിവ്യ ഔഷധമാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇതിന് വേണ്ടവര് താഴെ കമന്റ് ചെയ്യുക. പ്രിപ്പറേഷൻ കണ്ടെങ്കിൽ ഇത് ഇന്ന എണ്ണയാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് ഏത് എണ്ണയാണെന്ന് താഴെ കമന്റ് ചെയ്യുക. നമുക്കിതിന്റെ മൊത്തം പ്രൊഡക്ഷൻ ഒന്നും ഇത് ചെറിയൊരു വീഡിയോ കാണിക്കാൻ പറ്റില്ല. ഗന്ധകം മുതലായ മരുന്നുകളുടെ ശുദ്ധിക്രമത്തിന് തന്നെ വളരെയധികം സമയം എടുക്കുന്നതാണ്. ശരിക്കും നമുക്കൊരു 10-25 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പ്രയത്നിച്ചാൽ മാത്രമേ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അത്രയും പണിപ്പെട്ടുണ്ടാക്കുന്ന ഒരു മരുന്നാണിത്. അപ്പം ഇത് ഏത് മരുന്നാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കുന്ന എണ്ണകൾ ഏതെങ്കിലും അറിയാമെങ്കിൽ അതിന്റെ പേരും താഴെ കമന്റ് ചെയ്യുക. ഇത് മുട്ടുവേദനയ്ക്ക് വളരെ ഫലപ്രദമാണ് കേട്ടോ.